ഗൈസ്, ഇന്ന് ഞങ്ങളുടെ ചാനലിലെ ആദ്യത്തെ മോട്ടോർ വീഡിയോ ആണ്. ഞാൻ കുറച്ച് കാറുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്രേസ് ഉള്ള ആളായതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ വീഡിയോസ് ഇടാൻ താല്പര്യം കൂടുതൽ. ഇത് ഡസ്റ്റർ ടൈപ്പ് 1 ആണ്. ആക്ച്വലി എൻ്റെ വണ്ടി ടൈപ്പ് 2 ആണ്. ബട്ട് ടൈപ്പ് 1ൻ്റെ ബമ്പറും ഹെഡ്ലൈറ്റും ഒക്കെ ആയിരുന്നു വന്നിരുന്നത് 2015 മോഡൽ. അപ്പം ഞാൻ എൻ്റെ എനിക്ക് വണ്ടി കൈ കിട്ടുമ്പം ബമ്പറൊക്കെ ഭയങ്കര ശോകമായ ഒരവസ്ഥയാണ്. ലൈക്ക് ചെറിയ ചെറിയ കുഴി പോലും ഭയങ്കര സൗണ്ടാണ്. മൊത്തം ക്ലിപ്പും പോയി കിടക്കുക. അവിടെ എവിടെയും ചെറിയ ചെറിയ തട്ടലൊക്കെ ഉണ്ടായിട്ട് ഫുൾ ഡാമേജ് ആയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നാളുകൊണ്ട് ആലോചിക്കുകയാണ് ഈ ബമ്പറും ഹെഡ്ലൈറ്റും എല്ലാം ഒന്ന് മാറണം. അങ്ങനെ ഞാൻ പാർട്സ് ഒക്കെ സോഴ്സ് ചെയ്ത് നമുക്ക് ഈ ലോക്കൽ പോളി മാർക്കറ്റിൽ നിന്നൊക്കെ ഐറ്റംസ് ഒക്കെ സോഴ്സ് ചെയ്ത് അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നി ഹെഡ്ലൈറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തായിരുന്നു. ടൈപ്പ് 3യുടെ ഹെഡ്ലൈറ്റ് വെക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ടൈപ്പ് 3യുടെ ഹെഡ്ലൈറ്റും വാങ്ങി സംഭവം വെക്കാൻ വേണ്ടി മുന്നോട്ട് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇതിനകത്ത് വെക്കാൻ പറ്റത്തില്ല. അതായത് ടൈപ്പ് 3യുടെ ഹെഡ്ലൈറ്റ് കമ്പാരിറ്റീവ്ലി നമ്മുടെ ടൈപ്പ് 1നെക്കാട്ടിയും ചെറുതാണ്. അതായത് ഫേസിങ് വരുന്ന ഈ ഒരു ഏരിയ ചെറുതാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന പോർഷൻ അത് ഇച്ചിരി വലുതാണ്. കാര്യം വെച്ചാൽ ഇതിന് ഈ പ്രൊജക്ടറൊക്കെ വരുന്നതുകൊണ്ട് സ്പേസ് കൂടുതൽ വേണം. അപ്പോൾ ഞാൻ എന്തായാലും ഗ്രില്ല് ബമ്പറും ഒക്കെ വെച്ച് കഴിയുമ്പം ഹെഡ്ലൈറ്റ് വെക്കാൻ നോക്കിയപ്പം ഒരു തരത്തിലും നടക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഞാനിത് ഈ ഡസ്റ്ററിൽ ഈ ടൈപ്പ് 3 വെച്ചതിനെ പറ്റിയാണ് ഒരു ചെറിയ ഡീറ്റെയിൽ വീഡിയോ പറയാൻ ഉദ്ദേശിക്കുന്നത്. വണ്ടി കൺവേർട്ട് ചെയ്തപ്പം ഏറ്റവും കൂടുതൽ അഭിമുഖീകരിച്ച പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാപ്പാണ്. അതായത് ഹെഡ്ലൈറ്റ് ചെറുതായതുകൊണ്ട് തന്നെ നമ്മൾ ഫെൻഡറിനോട് ചേർത്ത് ഹെഡ്ലൈറ്റ് സെറ്റ് ചെയ്ത് കഴിയുമ്പം ഈ ഗ്രില്ലിനും ഹെഡ്ലൈറ്റിനും ഇടയ്ക്ക് ഇത്ര ഗ്യാപ്പ് വരുമായിരുന്നു രണ്ട് സൈഡിൽ. അത് ഭയങ്കര വൃത്തികേടായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ച് ഒന്നുകിൽ ഈ ഒരു ഗ്യാപ്പിൽ എന്തെങ്കിലും ലൈറ്റ് വല്ലതും സെറ്റ് ചെയ്യാമെന്ന്. പക്ഷെ അത് ഭയങ്കര ബോറാകും എന്നുള്ളത് തോന്നിയിട്ട് മനസ്സിലായതുകൊണ്ട് ഞാൻ മനസ്സിലാവുന്നത് ഈ ഒരു പോർഷൻ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞതാണ് ഈ ഒരു ഏരിയ. ഈ സിൽവർ ഇൻസേർട്ട് ഉൾപ്പെടെ കുറച്ച് പോർഷൻ, വളരെ കുറച്ച് പോർഷൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് മാറണം. എന്നാൽ മാത്രമേ ഈ ഒരു പ്രൊജക്ഷൻ ഇതിൽ തട്ടി കറക്റ്റ് സ്പേസിങ് കറക്റ്റ് ആവുള്ളൂ. മറ്റേൻ്റെ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഈ കാണുന്ന ഇങ്ങനെ തള്ളിയിരിക്കുന്ന ഈ പോർഷൻ ഇവിടെയാണ് വരുന്നത്. പഴയതിൻ്റെ പുതിയതിൻ്റെ കളർ കുറച്ച് താഴോട്ടാണ്. അതേ ഉള്ളൊരു വ്യത്യാസം, വേറെ പ്രശ്നമൊന്നും വരത്തില്ല. പിന്നെ ഈ കാണുന്ന ഗ്യാപ്പിലൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് ഞാനിത് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഗ്യാപ്പിൻ്റെ ഇത് മനസ്സിലാക്കിയത്. അപ്പോഴത്തേക്കും പിന്നെ ഊരാനുള്ളൊരു മടി കൊണ്ടും പിന്നെ കുഴപ്പമില്ല, നേരെ നോക്കുമ്പോൾ വലിയ സീനില്ല എന്നുള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല, അതുകൊണ്ടാണ് ഒഴിവാക്കിയത്. പക്ഷേ ഇത് നമുക്ക് പാച്ച് വർക്ക് ചെയ്യാം. ഫൈബർ പാച്ചിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ മറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു കൂടിയ സിലിക്കോൺ വെച്ച് സെറ്റ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്താലും മതി. അപ്പോൾ ഈ ഗ്യാപ്പുകളൊന്നും വരത്തില്ല, പെർഫെക്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഒഴിവാക്കണമെന്നായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചത്. അപ്പോൾ അതായത് നമ്മൾ നോർമൽ ടൈപ്പ് 1ൻ്റെ ഹെഡ്ലൈറ്റ് ഫിക്സ് ചെയ്യുന്ന നമുക്ക് ടൈപ്പ് 3 വെക്കാൻ പറ്റും. കാര്യം ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ സെയിം തന്നെ. ഇതിന് കുറച്ച് നീളം കൂടുതലുണ്ട്, പുറത്തോട്ട് കുറച്ച് പ്രൊജക്ഷൻ ഉണ്ട് എന്ന് ഒഴിച്ചാൽ സംഭവം ഫിക്സ് ചെയ്യാൻ കറക്റ്റാണ്. പക്ഷെ അങ്ങനെ ഫിക്സ് ചെയ്യുമ്പോൾ ഈ ഫെൻഡറിനോട് ചേർത്തായിരിക്കും ഈ ഹെഡ്ലൈറ്റ് ചേർന്ന് വരുന്നത്. അപ്പോൾ ഈ സൈഡ് 2 ഗ്യാപ്പ് വരും, ഇവിടെയും ഗ്യാപ്പ് വരും, അപ്പുറ സൈഡിലും ഗ്യാപ്പ് വരും. അപ്പോൾ ആ ഗ്യാപ്പ് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഹെഡ്ലൈറ്റ് വെക്കാമെന്ന് പറഞ്ഞല്ലോ. പക്ഷെ അത് ഭയങ്കര വൃത്തികേടാണെന്ന് മനസ്സിലായി. അപ്പം ഞാൻ എന്തെന്നറിയാം, ഈ ഒരു പോർഷൻ ഉണ്ട് ഇവിടെ, ഈ ഹെഡ്ലൈറ്റ് നമ്മൾ ഈ ഗ്രില്ലിനോട് ചേർത്ത് സെറ്റ് ചെയ്തു. അപ്പം ഈ ഗ്യാപ്പ് നേരെ ഈ ഫെൻഡറിൻ്റെ ഭാഗത്ത് വന്നു. ഫെൻഡറിൻ്റെ ഭാഗത്ത് ഇത്ര ഗ്യാപ്പ് വരും. അപ്പം അവിടെ ഒരു മെറ്റൽ ഇതിൻ്റെ തന്നെ ഒരു പോർഷൻ കട്ട് ചെയ്തിട്ട് വെൽഡ് ചെയ്ത് വെക്കണം. അപ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് അറിയാൻ പറ്റാത്ത ഈ ഒരു പോർഷൻ ഉണ്ടോ, ഇവിടെ നിന്ന് ഇത്രയും ഗ്യാപ്പ് വരുന്ന ഏരിയ ആയിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ഇതുപോലെ ഒരു മെറ്റൽ പീസ് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് വെച്ചേക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഗ്യാപ്പ് ഇപ്പോൾ അറിയാത്തത്. അപ്പോൾ ആ ഒരു വൃത്തികേട് മാറി. ഞാൻ ആദ്യം ഫിക്സ് ചെയ്തത് ഈ ഹെഡ്ലൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യമൊക്കെ ആ സൈഡിൽ വെച്ചപ്പോഴത്തേക്കും ഈ ലെഗിനൊക്കെ ചെറിയ കംപ്ലയിൻറ്റ് വന്നു. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഹെഡ്ലൈറ്റിന് വീതി കൂടുതലല്ല, അതായത് പ്രൊജക്ഷൻ കൂടുതലല്ല. ഈ പോർഷൻ കണ്ടോ, ഇത് ഇച്ചിരി വലിപ്പം കൂടുതലല്ല. നമ്മൾ ഈ വണ്ടിക്കകത്ത് ഇരുന്ന മോഡലിന് വലിപ്പം വളരെ കുറവ്. അതുകൊണ്ട് തന്നെ ബാക്കിലോട്ട് അധികം സ്ഥലം വേണ്ടായിരുന്നു. പക്ഷേ ഇതിന് കുറച്ച് സ്ഥലം എക്സ്ട്രാ വേണം. അല്ലെങ്കിൽ ഈ ഹെഡ്ലൈറ്റ് പുറത്തോട്ട് തള്ളി നിൽക്കും. അത് ഇവിടുന്ന് ഈ ഒരു പോർഷൻ കണ്ടോ, ഈ ഒരു തള്ളിച്ച കണ്ടോ, ഇത് നേരെ ഇവിടെ വരും, ഇങ്ങനെ നിൽക്കും ചരിഞ്ഞ്, ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇതിനകത്തെ കുറച്ച് പോർഷൻസ് കട്ട് ചെയ്ത് കളഞ്ഞു. കാണാൻ പറ്റുമോ എന്നറിയില്ല. ഇവിടെ കണ്ട ഈ ഒരു പോർഷൻ കണ്ട കുറച്ച് ഏരിയ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നാലേ ഇത് ഈ ഹെഡ്ലൈറ്റ് കറക്റ്റ് സിറ്റിംഗ് ആയി ഇരിക്കത്തുള്ളൂ. കുറച്ച് ഫ്രീ ആയിട്ട് ഉള്ളിലോട്ട് അകത്തോട്ട് ഇരിക്കാൻ. ഹെഡ്ലൈറ്റ് നമ്മൾ ഈ ഗ്രില്ലിൻ്റെ ഭാഗത്തോട്ട് അടുപ്പിച്ച് വെച്ചത് കൊണ്ട് തന്നെ ഇതിൻ്റെ സ്കെയില് കുറച്ച് മോഡിഫിക്കേഷൻ വേണ്ടി വരും ഉൾഭാഗത്തൊക്കെ.
ചെറിയൊരു മോഡിഫിക്കേഷൻ ഉണ്ട്, വലിയ സീനൊന്നുമില്ല. അപ്പോൾ അത് ഞാൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് വെച്ച് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ എനിക്ക് ടൈപ്പ് 3 ടൈപ്പ് 3യുടെ ഹെഡ്ലൈറ്റ് വണ്ടി ടൈപ്പ് 2 വെക്കാൻ പറ്റുമെന്നുള്ള കേസിൽ കൺഫേം ആയി. പക്ഷേ എന്നാലും അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഞാൻ അനുഭവിച്ച കുറച്ച് ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ഹെഡ്ലൈറ്റ് കണ്ടോ, ഇത് എപ്പോഴും ചെക്ക് ചെയ്യുക. വെച്ച് കഴിയുന്ന അതായത് നമ്മൾ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഇത് ലൈറ്റ് പ്രോപ്പറാണോ എന്ന് നോക്കണം. അതായത് എനിക്കിപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് എനിക്ക് വിസിബിൾ അല്ല, ലൈക്ക് വളരെ താഴെയാണ് ലൈറ്റ് എടുക്കുന്നത്. നമ്മൾ എത്ര അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയാലും ഹൈറ്റിലോട്ട് വരുന്നില്ല. ബ്രൈറ്റ് ഇടുമ്പോൾ മാത്രം കുറച്ച് പോർഷൻ കാണാം. അതായത് ബ്രൈറ്റ് ഇടുമ്പോൾ നമുക്ക് സാധാ ഡിമ്മിൻ്റെ ആ ഒരു ഹൈറ്റേ വരുന്നുള്ളൂ. അത് കാരണം ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇനി ഇത് ഇളക്കി പണിയാന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിളാണ്. കാര്യം ചെയ്ത് കഴിഞ്ഞാൽ മുട്ടം പണിയാവും. ഞാൻ വളരെ ഒരു പ്രത്യേക രീതിയിലൊക്കെ വെച്ചേക്കുന്നത്. ഇനി അത് എപ്പോഴും ഊരാന്ന് പറയുന്നത് അത്ര നല്ല പ്രാക്ടിക്കലല്ല. അപ്പം ഞാൻ അതുകൊണ്ട് ഇനി എന്തെങ്കിലും ഫോഗ് ലാമ്പ് എന്തെങ്കിലും വെച്ച് ലൈറ്റിൻ്റെ കേസിൽ ഒരു സൊല്യൂഷൻ കാണുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഗ്യാപ്പുകൾ കണ്ട, ചെറിയ ഗ്യാപ്പുകൾ വരും. സംഭവം നേരെ നോക്കുമ്പോൾ അറിയത്തൊന്നുമില്ല, വൃത്തികേടുമൊന്നുമില്ല. പക്ഷേ അടുത്തോട്ടൊക്കെ നോക്കുമ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് ഇവിടെ കാണും. പിന്നെ ഹെഡ്ലൈറ്റ് ഇച്ചിരി മുകളിലോട്ട് കയറിയിരിക്കുന്നുള്ള തോന്നും. പക്ഷെ കുഴപ്പമൊന്നുമില്ല, സംഭവം നൈസാണ്. വർക്കിംഗ് ഒക്കെ പെർഫെക്റ്റ് ആണ്. സംഭവം എല്ലാം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ലൈറ്റ് ആയാലും കാര്യങ്ങളായാലും എല്ലാം പെർഫെക്റ്റ് ആണ്. പിന്നെ ഇതിൻ്റെ വയറിങ്ങിൽ ചെറിയൊരു ഇഷ്യൂ വരും. കാര്യം ഇതിൻ്റെ വയറിങ് നമ്മുടെ കപ്ലർ കറക്റ്റാണ്, ബട്ട് വയറിങ് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കേണ്ടി വരും. അത് ഇലക്ട്രീഷ്യനെ കണ്ടാൽ, ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന പുള്ളിയെ കണ്ടാൽ പുള്ളി സിമ്പിളായിട്ട് ശരിയാക്കി തരും. വലിയ പാടൊന്നുമില്ല, അതിന് കുറച്ച് സമയം പോകും, അത്രേ ഉള്ളൂ. വർക്കിംഗ് ഒക്കെ പെർഫെക്റ്റ് ആണ്, ഒരു പ്രശ്നവുമില്ല. നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഈ ഹെഡ്ലൈറ്റിൻ്റെ ലൈറ്റ് കുറച്ച് താഴെയാണ് എന്നതൊഴികെ വേറെ സീനൊന്നുമില്ല. ബാക്കിയെല്ലാം അടിപൊളിയായിട്ട് ഫിറ്റ് ആവുന്നുണ്ട്. പിന്നെ ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഹെഡ്ലൈറ്റ് ചെക്ക് ചെയ്യുക. ഹെഡ്ലൈറ്റ് ഡാമേജ് ഒന്നുമില്ലെന്ന് ആദ്യം ഉറപ്പ് വരുത്തണം ഉള്ളിൽ. എന്നിട്ട് ഹെഡ്ലൈറ്റ് ഫിക്സ് ചെയ്തിട്ട് ലൈറ്റ് ബീം കറക്റ്റ് ആണോ എന്ന് സെറ്റ് ചെയ്തതിന് ശേഷം, അത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കി പെർമനൻ്റ് ആയിട്ടുള്ള പരിപാടിക്ക് ഇറങ്ങാവൂ. ഇല്ലെങ്കിൽ നമുക്ക് കിട്ടിയ പോലെ പണി ചിലപ്പോൾ നിങ്ങൾക്കും കിട്ടും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമുക്ക് സംഭവം അതിനകത്ത് വെക്കാൻ പറ്റും. സിമ്പിളല്ല, കുറച്ച് പണിയുണ്ട്. ഞാനിത് പല വർക്ക്ഷോപ്പിൽ ചെന്നപ്പോഴും പലരും പറഞ്ഞത് പറ്റത്തില്ല, നിങ്ങൾ ആ പണി നടക്കത്തില്ല, ഹെഡ്ലൈറ്റ് ഒന്നും അങ്ങനെ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എല്ലാവരും പിന്തിരിപ്പിച്ചു. കാര്യം ഞാനിത് ഓൾറെഡി വാങ്ങിപ്പോയി. അപ്പോൾ എനിക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇത് വെച്ചേ പറ്റും. അങ്ങനെ ഞാൻ മെനക്കെട്ടിറങ്ങിയാണ്. നമുക്കൊരു വർക്ക്ഷോപ്പ് കിട്ടി. കുറച്ച് 1 മാസത്തോളം സമയം എടുത്തു. കാര്യം പുള്ളിക്ക് സമയമില്ല, നമ്മൾ ഐഡിയാസൊക്കെ പറഞ്ഞു കൊടുത്ത് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ലൈറ്റ് ബീം കറക്റ്റ് ആണോ നോക്കുക, അതിനുശേഷം മാത്രം ഫിക്സ് ചെയ്യുക. ഞാൻ അത് ചെക്ക് ചെയ്യാൻ മറന്നുപോയി. സംഭവം എല്ലാം ഫിക്സ് ചെയ്ത് പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞ ശേഷമാണ് ലൈറ്റ് ഇട്ട് നോക്കുന്നത്. അപ്പോഴാണ് മനസ്സിലായ സംഭവം ലൈറ്റ് താഴെ ആയിപ്പോയി, ലൈറ്റ് കാണുന്നു കിട്ടുന്നില്ല. ആ ഒരൊറ്റ പാളിച്ച നമുക്ക് പറ്റിയിട്ടുള്ളൂ. അതിന് പകരം ഒരു ഫോഗ് ലാമ്പ് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പ്രൊജക്ടർ ഫോഗ് ലാമ്പ് എന്തായാലും വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് മാറും. സംഭവം ലുക്ക് വൈസ് ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. പഴയ ലുക്ക് ഭയങ്കര മോശമായിരുന്നു. കാര്യം മോശമെന്നല്ല, ബമ്പറൊക്കെ ആകെ പൊളിഞ്ഞ് കിടക്കുന്നതുകൊണ്ടും ഹെഡ്ലൈറ്റൊക്കെ പൊടിയെ കയറി അകമൊക്കെ പൊട്ടി, 1-2 തട്ടൊക്കെ തട്ടി ഹെഡ്ലൈറ്റിൻ്റെ ബാക്ക് സൈഡൊക്കെ പൊട്ടിയിരുന്നത്. അത് കാരണം വെളിച്ചമൊന്നും ഒട്ടുമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് ചേഞ്ച് ചെയ്യണമെന്ന് വെച്ച് അങ്ങനെ ചേഞ്ച് ആക്കിയതാണ്. സംഭവം ടൈപ്പ് 3 ഹെഡ്ലൈറ്റ് നമുക്ക് ടൈപ്പ് 1-ലും ടൈപ്പ് 2-ലും വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. സംഭവം പണി അറിയാവുന്ന ഒരു വർക്ക്ഷോപ്പിൽ കൊടുത്താൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനൊരു പ്രൊഫഷണൽ മെക്കാനിക്കോ കാര്യങ്ങളോ ഒന്നുമല്ല. പിന്നെ വണ്ടിയിലുള്ള പാഷനും ഇൻട്രസ്റ്റും കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. സ്വന്തം വണ്ടിയിൽ മാത്രം കേട്ടോ. സ്വന്തം വണ്ടിയിൽ അത്യാവശ്യം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. മറ്റുള്ള ഷോറൂമുകളിലും പുറത്തൊക്കെ വലിയ എമൗണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ എമൗണ്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ വഴിയ വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം. പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുവാണെന്ന് തോന്നിയാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നല്ല ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ, ചെറിയ രീതിയിൽ ഇതിനെക്കൂടി ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഐഡിയാസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ വണ്ടിക്ക് അത് പരീക്ഷിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ഫ്രം ഗിയർ ഡോഗ് ഗാരീസ്.